അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള പദവികൾ പഠിച്ചിരുന്നു അല്ലെ. അതിൽ കേരള പദവികളിൽ നമ്മൾ കേരള ചീഫ് സെക്രട്ടറി ആരെയാണ് പഠിച്ചത്? കേരള ചീഫ് സെക്രട്ടറി വി വേണുവിനെയാണ് അല്ലേ പഠിച്ചത്. ആരാണ്? വി വേണു എന്നാണ് നമ്മൾ കേരള ചീഫ് സെക്രട്ടറി പഠിച്ചത്. എന്നാൽ നിലവിൽ കേരള ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് ശാരദാ മുരളീധരനാണ്. ആരാണ്? ശാരദാ മുരളീധരനാണ്. വി വേണുവിന്റെ ഭാര്യ തന്നെയാണ് ശാരദാ മുരളീധരൻ. അപ്പോൾ നിലവിൽ ആരാന്ന് ചോദിച്ചാൽ ശാരദാ മുരളീധരനാണ്. എന്നാൽ PSC ഉത്തരം മിക്കവാറും PSCയുടെ അപ്ഡേഷൻ വന്നിട്ടില്ല. PSC അപ്ഡേറ്റ് വി വേണു ആണ്. അപ്പോൾ ഉത്തരത്തിൽ വി വേണു മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. വി വേണു ആണ് നമ്മുടെ ഉത്തരം. ഉദാഹരണത്തിന് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിജയഭാരതി സയാനിയാണ്. എന്നാൽ PSC ഉത്തരം എന്താണ്? അരുൺകുമാർ മിശ്ര എന്നാണ്. ഈ അടുത്ത് നടന്ന എക്സാമിനും അരുൺകുമാർ മിശ്ര എന്ന് തന്നെയാണ് ഉത്തരം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പത്തെ കാര്യം പറഞ്ഞു തന്നത്. വി വേണു ആണ് നമ്മുടെ കേട്ടോ. വി വേണു ആണ് നമ്മുടെ ചീഫ് സെക്രട്ടറി. എന്നാൽ ശരിക്കും നിലവിൽ ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? ശാരദാ മുരളീധരനാണ്. ആരാണ്? ശാരദാ മുരളീധരനാണ്. അത് വി വേണുവിന്റെ ഭാര്യയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ആരാണ്? ശാരദാ മുരളീധരൻ. അപ്പൊ ശാരദാ മുരളീധരൻ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ശാരദാ മുരളീധരനാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ശാരദാ മുരളീധരൻ എന്നാണ് ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ ശാരദാ മുരളീധരനാണ് നമ്മുടെ ഉത്തരം. അത് മാറിപ്പോരുത്. അതുപോലെ തന്നെ നമ്മുടെ കേരള ലോകായുക്ത ഞാൻ പറഞ്ഞു തന്നത് സിറിയക് ജോസഫ് ആണ്. അതാണ് നമ്മുടെ PSC അപ്ഡേറ്റ് സിറിയക് ജോസഫ് ആണ്. അത് മാറിയിട്ടില്ല. അപ്പൊ സിറിയക് ജോസഫ് മാത്രമാണ് ഉള്ളതെങ്കിൽ സിറിയക് ജോസഫ് ആണ് നമ്മുടെ ഉത്തരം. എന്നാൽ N അനിൽകുമാർ എന്നതിൽ കാണുന്നുണ്ടെങ്കിൽ N അനിൽകുമാർ ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഇനി ഡൗട്ട് വരരുത്. രണ്ടും പഠിച്ചു വെച്ചിട്ട് പോകണം. ഓപ്ഷനിൽ പുതിയ ആളുടെ പേരാണ് ഉള്ളെങ്കിൽ പുതിയ ആളാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, എന്നാൽ ഓപ്ഷനിൽ പഴയ ആൾ മാത്രമാണ് ഉള്ളതെങ്കിൽ വി വേണു അല്ലെങ്കിൽ സിറിയക് ജോസഫ് ഇവർ രണ്ടാളും ആണ് ഉള്ളതെങ്കിൽ അവരാണ് നമ്മുടെ ഉത്തരം കേട്ടോ. അപ്പൊ അത് മാറിപ്പോരുതേ. അപ്പൊ മാറിപ്പോതെ അത് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പഠിക്കുക. രണ്ടാളുടെ പേരും അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ പുതിയ ആളാരാന്ന് നമുക്ക് കിട്ടും. പുതിയ ആളുടെ പേര് കണ്ടാൽ നമുക്ക് അത് കറുപ്പിക്കാനും പറ്റും. ഓക്കെ, നമുക്ക് മൈനസ് മാർക്ക് അടിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പത്തെ ആളെ തന്നെ പറഞ്ഞു തന്നത്. ഓക്കെ, മൈനസ് മാർക്ക് അടിക്കരുത് കേട്ടോ. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചിട്ട് തന്നെ പോവുക. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് പുതിയ ആളും വന്നേക്കാം. PSC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ അടുത്തതിൽ പുതിയ ആളും വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് രണ്ടും പഠിച്ചു വെച്ചിട്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മുമ്പ് നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പഠിച്ചു? മണ്ണിനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? മണ്ണിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാണ്? 2015 ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 ആണ്. എപ്പോഴാണ്? 2015 ആണ്. മണ്ണ് ദിനം എപ്പോഴാന്ന് ചോദിച്ചാൽ അത് December 5 ആണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. ഓക്കെ അല്ലേ? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് ആണ്. പിന്നെ നമ്മൾ ദാദാഭായ് നവറോജിയെ പറ്റി പഠിച്ചതല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലേ? ദാദാഭായ് നവറോജി, രാജാറാം മോഹൻ റോയ്, ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാനം. ഞാൻ കുറെ വട്ടമായി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, നവോത്ഥാനം അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് കളയരുത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ നവോത്ഥാനം ഇമ്പോർട്ടന്റ് ആയി തന്നെ പഠിച്ചു പോവാട്ടോ. കേരള നവോത്ഥാനം ആരൊക്കെ നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടല്ലോ? ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. തൈക്കാടയ്യ ഗുരുവിനെ പറ്റി ചെറിയ പോയിന്റ്സും പറഞ്ഞു തന്നു. അപ്പൊ അതൊക്കെ പഠിച്ച ശേഷം മാത്രം പോവാം. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? വർഷങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, 1903 SNDP സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1903 മെയ് 15 അല്ലെ? 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. പിന്നെ എന്താണ്? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷമാണ് 1925 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ നവോത്ഥാന സംഘടനകൾ പഠിച്ചു. ആരാണ്? ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെ? അപ്പൊ ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. രാമകൃഷ്ണ മിഷന്റെ ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ. എല്ലാ ഭാഗവും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പിന്നെ 1903 SNDP, നമ്മുടെ കേരള നവോത്ഥാന സംഘടനകൾ 1903 SNDP സ്ഥാപിതമായത്. SNDPയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ SNDPയുടെ ഫുൾ ഫോം മാത്രം അറിഞ്ഞാൽ മതി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ ശ്രീനാരായണ ഗുരു അല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു. SNDPയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപു. ഓക്കെ, ഡോക്ടർ പൽപു ആണ് SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. ആരാണ്? ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു അല്ലെ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപു ആണ്. ഇനി SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ് അല്ലെ? ആരാണ്? കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാന്ന് ചോദിച്ചാൽ മറക്കരുത്, വീണപൂ അല്ലെ? വീണപൂവ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞത് ആരാണ്? അത് കുമാരനാശാനാണ്. മാട്ടുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞതും ജാതി ചോദിക്ക ഇല്ല ഞാൻ സോദരി എന്ന് പറഞ്ഞതും കുമാരനാശാനാണ് അല്ലെ? വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരി കുരുവി, അതാരുടെ? അത് G ശങ്കരക്കുറുപ്പിന്റെയാണ്. G ശങ്കരക്കുറുപ്പിന്റെയാണ്. വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരി കുരുവി, അതാരുടെയാണ്? G ശങ്കരക്കുറുപ്പിന്റെയാണ്.
പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള വള്ള അങ്ങനെ നമ്മൾ പഠിച്ചല്ലേ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതൊക്കെ ആരുടെയാണ്? വള്ളത്തോളിന്റെ വരികളാണ് അല്ലെ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. അതാരുടെയാണ്? അത് വയലാറിന്റെ വരികളാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ എന്ന് പറഞ്ഞത് വയലാറാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഓക്കെ, അതാരുടെയാണ്? അതും വയലാറിന്റെയാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ചങ്ങമ്പുഴയുടെ വരികളാണ്. ഓക്കെ, കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞതാരാണ്? ചങ്ങമ്പുഴയാണ് അല്ലെ. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, അതാരാണ്? അത് ചങ്ങമ്പുഴയുടെ വരികളാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ചങ്ങമ്പുഴയാണ് കേട്ടോ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ്? ചങ്ങമ്പുഴയാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് വള്ളത്തോളാണ്. കേരള വാൽമീകി വള്ളത്തോളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ പഠിച്ചാണ് അല്ലെ. ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഓക്കെ അല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയി ഇപ്പം നിങ്ങൾക്കത് തറോ ആയിട്ടുണ്ടാവും. നിങ്ങൾക്കത് എന്തായാലും ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്കത് ഇനി മാറിപ്പോയില്ല. ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ ആരുടെ കൃതികളാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളാണ്. രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1913 അല്ലെ. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. എന്നാൽ ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് സാഹിത്യത്തിനാണ് അല്ലെ. ആർക്കാണ് 2023 സാഹിത്യത്തിന് ലഭിച്ചത്? നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചതാണ്. 2023 സാഹിത്യത്തിന് ലഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ഫോസെ അല്ലെ. ജോൺ ഫോസിനാണ് ലഭിച്ചത്. നമ്മൾ ഫോസ് എന്നാണ് പഠിച്ചത്. എന്താണ് ഫോക്സ്? കുറുക്കൻ. അതെന്താണ്? കുറുക്കന്റെ കഥ ഒരു സാഹിത്യമല്ലേ. അപ്പൊ കുറുക്കന്റെ കഥ എന്ന് ആലോചിച്ച് നോക്കാനാണ് ജോൺ ഫോസ് എന്ന് പഠിച്ചത് അല്ലെ. ജോൺ ഫോസ്, കുറുക്കന്റെ കഥ. അത് കഥ എന്താണ്? കഥ ഒരു സാഹിത്യമാണ്. അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചത്. പിന്നെ സമാധാനത്തിന് ആർക്കാണ് ലഭിച്ചത്? നർഗീസ് മുഹമ്മദി അല്ലെ. നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിന് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? സമാധാനത്തിന് നർഗീസ് മുഹമ്മദി. അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? ഇസ്ലാമിലെ ഒരു പ്രവാചകനാണ് മുഹമ്മദ് അല്ലെ. മുഹമ്മദ് പ്രവാചകനല്ലേ, അന്ത്യപ്രവാചകൻ. ഇസ്ലാമിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. 25ാമത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഇസ്ലാമിലെ ഒരു നബിയാണ് അല്ലെങ്കിൽ പ്രവാചകനാണ്. അദ്ദേഹം എന്തിന്റെ മാർഗത്തിലാണ്? ഇസ്ലാം എന്തിന്റെ മാർഗത്തിലാണ്? സമാധാനത്തിന്റെ മാർഗത്തിലാണ്. നമ്മൾ കണക്ട് ചെയ്ത് എന്ത് പഠിച്ചു? സമാധാനം. നോബൽ സമ്മാനം ആർക്കാണ്? നർഗീസ് മുഹമ്മദി. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചതിനാണ് ആർക്ക് ലഭിച്ചത്? നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന് ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പഠിച്ചു? സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും? ഗോൾഡ് ഉണ്ടാവും. അപ്പൊ ക്ലോഡിയ ഗോൾഡിൻ, സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ 2023 ക്ലോഡിയ ഗോൾഡിൻ, സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, എപ്പോഴാണ് അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത്? അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞു വെക്കണം. 1998 അമർത്യ സെന്നിന് ലഭിച്ചത് എപ്പോഴാണ്? 1998 എപ്പോഴാണ്? 1998 ആർക്ക് ലഭിച്ചത്? അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്ക്? ഏതാ വർഷം? 1998. 2014 ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് കൈലാഷ് സത്യാർത്ഥി. ആർക്കാണ്? കൈലാഷ് സത്യാർത്ഥി അല്ലെ. മലാല യൂസഫ്സായി, പാകിസ്ഥാൻകാരിയായ മലാല യൂസഫ്സായിയോടൊപ്പം പങ്കിട്ടത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. 2014. ഓക്കെ, ഇനി 2019 ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് അഭിജിത്ത് ബാനർജിക്കാണ്. ആർക്കാണ്? അഭിജിത്ത് ബാനർജിക്കാണ് 2019 ലഭിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ പുരസ്കാരങ്ങൾ ഏതാണ് പഠിച്ചത്? ജ്ഞാനപീഠം പുരസ്കാരം പഠിച്ചു. ജ്ഞാനപീഠമൊക്കെ നിങ്ങൾക്ക് താറമാണ്. ജ്ഞാനപീഠം നമ്മൾ ഏത് തൊട്ടിട്ട് പഠിച്ചത്? ആദ്യം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പ്. 1980 എസ് കെ പൊറ്റക്കാട്. 1984 ആർക്കാണ്? തകഴി അല്ലെ. തകഴി എന്താണ് അറിയപ്പെടുന്നത്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ തകഴിയാണ്. 1984 തകഴി. 1995 എം ടി എന്താണ് അറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ എം ടിക്ക് എപ്പോഴാണ് ലഭിച്ചത്? 1995 എം ടിക്ക് ലഭിച്ചത് അല്ലെ. എം ടിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം എപ്പോഴാണ്? 1995. പിന്നെ ആർക്കാണ് ലഭിച്ചത്? 2007 ONV. 2019 അക്കിത്തത്തിന്റെ വരികൾ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിരുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ഓക്കെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തത്തിന്റെ വരികളാണ് അല്ലെ. 2019 അവസാനം മലയാളിക്ക് ലഭിച്ചത് വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 2019 ആർക്കാണ് ലഭിച്ചത്? അക്കിത്തത്തിനാണ് ലഭിച്ചത്.
ലഭിച്ചത്, അക്കിത്തത്തിനല്ലേ ലഭിച്ചത്. പിന്നെ നമ്മൾ 2023 പുരസ്കാരങ്ങൾ പഠിച്ചില്ലേ, നമ്മുടെ കറണ്ട് അഫയർ ആണ്. നോബൽ സമ്മാനം 2023 നമ്മുടെ കറണ്ട് അഫയർ ആണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്തു. പിന്നെ 2023 വേറെ ഏതൊക്കെ പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓടക്കുഴൽ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ഓടക്കുഴൽ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും, ഓടക്കുഴൽ കൃഷ്ണന്റെ കയ്യിലല്ലേ ഉണ്ടാവുക. അപ്പൊ കൃഷ്ണന്റെ കയ്യിലാണെന്ന് ആലോചിച്ച് എന്ത് കിട്ടും? ഗോപി കൃഷ്ണൻ, PN ഗോപി കൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ വയലിൽ എന്തിനെ കാണും? വയലിൽ നമ്മൾ തുമ്പിയെ കാണും. അപ്പൊ വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം. അപ്പൊ ആർക്കാണ് ലഭിച്ചത്? വയലിൽ എന്തിനെ കാണും? വയലിൽ തുമ്പിയെ കാണും എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. ഓക്കെ, ഇനി 2019 വള്ളത്തോൾ പുരസ്കാരം അല്ലേ, 2019 വള്ളത്തോൾ പുരസ്കാരം തോൾ മാറ്റി പോളാക്കുക, അപ്പൊ പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് പോൾ സക്കറിയക്കാണ്. ഓക്കെ ആണല്ലോ, എല്ലാ ഭാഗവും കിട്ടുന്നില്ലേ? ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ആ ഭാഗം നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത ശേഷം മാത്രം അടുത്ത ഭാഗത്തിലേക്ക് കിടക്കട്ടോ. നോബൽ സമ്മാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കണം. 2023 നോബൽ സമ്മാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരള പുരസ്കാരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി തന്നെ പഠിച്ചു വെക്കുക. ഒളിമ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി തന്നെ പഠിച്ചു നോക്കുക. ഏഷ്യൻ ഗെയിംസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. പിന്നെയും ചോദിക്കുന്നുണ്ട് സാറേ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എടുക്കുമെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ കവർ ചെയ്ത് വരിക. നിങ്ങൾക്ക് സമാധാനക്കുറവാണ്, നിങ്ങൾ സമാധാനപ്പെടും. നമ്മൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് അതൊക്കെ നമ്മൾ തീർത്ത് പോകുന്നുണ്ട്. എക്സ്ട്രാ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങളും കവർ ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ എന്തായാലും ഇത്രയും ഹോട്ട് ടോപ്പിക്കുകൾ ഓരോന്നിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നതാണ്. നീതി ആയോഗ്, ചന്ദ്രയാൻ 3, ആദിത്യ L1 ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയർ ആണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്, അധ്യക്ഷൻ ആര്, ഇതൊക്കെ ചോദ്യം വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. 1935 എന്ത് രൂപീകൃതമായത്? നമ്മുടെ റിസർവ് ബാങ്ക് രൂപീകൃതമായത്. അതിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാന്ന് ചോദിക്കും, റിസർവ് ബാങ്ക് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കറണ്ട് അഫയർ ആണ്. ശക്തികാന്ത് ദാസ് ആണ്, അത് നമ്മുടെ കറണ്ട് അഫയർ ആണ്. ഇങ്ങനത്തെ ഒരുപാട് കറണ്ട് അഫയർ നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിച്ചതാണ്. നിങ്ങൾക്കത് ടെൻഷനാണ്, നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ കുറെ കറണ്ട് അഫയർ കവർ ചെയ്ത് വന്നതാണ്. അപ്പൊ മനസ്സിലാക്കുക എന്താണ് നമ്മുടെ കറണ്ട് അഫയർ എന്ന് മനസ്സിലാക്കുക. കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് വരിക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് അത്ര പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നതല്ല. നമുക്ക് കോഡിലൂടെ പഠിച്ചൊക്കെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഓർമ്മ നിൽക്കും. എന്നാലും കോഡിലൂടെ ഞാൻ പഠിച്ചതാണ്, എനിക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മാത്രം മതി എന്ന് ആലോചിച്ചിരിക്കരുത്. നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കാണണം, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നമുക്ക് സ്പോട്ടിൽ നമുക്ക് കിട്ടണം. ഉത്തരം ഇതാണ് നമുക്ക് ഉറപ്പിച്ച് എഴുതാൻ പറ്റണം. മിക്കവാറും ഉത്തരം ഇതാവും. ഇങ്ങനെ എന്തോ കോഡാണ് സാർ പറഞ്ഞത്, അതല്ല നമുക്ക് വേണ്ടത്. ഉത്തരം കണ്ടാൽ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടണം. ഒരു ഡൗട്ടും വരാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിനാണ് ഇത്രയും തവണ നമ്മൾ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തതും ഓരോ സാധനങ്ങൾ കോഡിലൂടെ പറഞ്ഞു തന്നതും ഒക്കെ അതിനാണ്. നിങ്ങൾ ഒരിക്കലും ഡൗട്ട് വരരുത്. LGS എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അത്രയേറെ LGS എക്സാം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നല്ല കൺഫ്യൂസിങ് ഫാക്ടുകൾ ഉണ്ടാവും. ഓക്കെ, കുറെ കൺഫ്യൂസിങ് ഫാക്ട് ഉണ്ടാവും. അപ്പൊ എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയി തന്നെ പഠിച്ചു പോവുക. ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതുപോലെ തന്നെ സാരെ ജഹാം സെ അച്ഛ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഇതൊക്കെ ചോദ്യം വരും, ഇതൊക്കെ വേർതിരിച്ച് തന്നെ ചോദ്യം വരും. അപ്പൊ നമ്മൾ തെറ്റിക്കും. ദേശീയ ഗീതം കണ്ട രവീന്ദ്രനാഥ് ടാഗോർ, തെറ്റി ഒന്നേ. പിന്നെ അങ്ങനെ ഓരോ ഭാഗത്തും നിങ്ങൾ തെറ്റിക്കും. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മാത്രം ആലോചിച്ചിരിക്കരുത്. റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ PDF നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നതാണ്. നിങ്ങൾക്ക് എല്ലാം ഞാൻ വാട്സപ്പിൽ എത്തിച്ചു തന്നതാണ്. അല്ലാത്ത ഞാൻ ടെലിഗ്രാമിലും എത്തിച്ചു തന്നതാണ്. ഇനിയും ഞാൻ ഇട്ട് തരും. നമ്മുടെ ക്ലാസ് ഈ അടുത്ത് തന്നെ തീരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. തീരാനായിട്ടുണ്ട്, കഴിയാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാതും ഓർഡറിൽ തന്നെ 1 തൊട്ട് 25 വരെ എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് തരും. അപ്പോൾ എല്ലാതും ഓർഡറിൽ തന്നെ നിങ്ങൾ എടുത്തു വെക്കുക. ഓർഡറിൽ തന്നെ എല്ലാം റിവൈസ് ചെയ്ത് വരിക. ഓക്കെ, റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ PDF കാണുന്നത് മാത്രം പഠിക്കരുത്. ഞാൻ പറഞ്ഞിരുന്നു എക്സ്ട്രാ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളൂ. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ അത് പഠിക്കുക. എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്ത് വരിക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതല്ലേ, ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് G ശങ്കരക്കുറുപ്പാണ്. നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എന്തായാലും അത് പഠിച്ചിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വരിക. ഞാൻ പറയുന്നത്, ഞാൻ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ്. ഞാൻ PDF തന്ന കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ PDF എപ്പോഴും ചെറിയ PDF ആവും അല്ലേ. എന്റെ PDF ഞാൻ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തുള്ളൂ. PDF വലുതാക്കിയിട്ട് അതിനാൽ ഇതിനെ കുറിച്ച് പറയുന്ന ഈ വരികൾ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് ഞാൻ കൊടുക്കൂല. ഞാൻ ചെറിയൊരു അടയാളം അവിടെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്, ഞാൻ അതിൽ കൊടുക്കൂല. ഞാൻ ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്, ഉത്തരം ഡോക്ടർ BR അംബേദ്കർ, ഞാൻ അങ്ങനെ കൊടുക്കൂല. ഞാൻ ഭരണഘടന എന്നൊരു ഹെഡിങ് ഉണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത പോയിന്റ് ഡോക്ടർ BR അംബേദ്കർ എന്ന് മാത്രമാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം അത് പിതാവാണെന്ന്. അല്ലെങ്കിൽ പിതാവ് എന്ന് മാത്രം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടാവും. അത്ര ചെറിയ പോയിന്റ്സിലേ ഞാൻ പോകുള്ളൂ. അപ്പൊ അത് മാത്രം കവർ ചെയ്താൽ പോരാ. ഞാൻ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ
എടുക്കാനുള്ള ഒരു ടിപ്പാണത്. നിങ്ങൾ എപ്പോൾ നോട്ട് എഴുതുമ്പോഴും ആ രീതിയിൽ നോട്ട് എഴുതുക. ഏതൊരു കാര്യത്തിനെ പറ്റി നോട്ട് എഴുതുമ്പോഴും ഓരോ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ എഴുതി വെച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആര്? ഡോക്ടർ BR അംബേദ്കർ. സമയം പോയേ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ വ്യക്തി ആര്? MN റോയ്. സമയം പോയേ. നിങ്ങൾ ഈ സമയം കളയണ്ട. നിങ്ങൾ എപ്പോഴും നോട്ട് എഴുതുമ്പോൾ ചെറുതാക്കി നോട്ട് എഴുതുക. ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് അത്ര എഴുതിയാൽ മതി. പിതാവ് BR അംബേദ്കർ. ഓക്കെ, വേണമെന്ന് പറഞ്ഞു MN റോയ്. അത്ര എഴുതിയാൽ മതി. ഇനി വേണമെന്ന് പറഞ്ഞു വേണമെന്ന് മാത്രം എഴുതി വെച്ചിട്ട് MN റോയ് എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്കത് പിന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ട് ഞാൻ ഇതിവിടെ എഴുതിയത്? നിങ്ങൾക്കുള്ളത് കിട്ടും. അപ്പൊ നിങ്ങൾക്കത് അവിടെ ഉള്ളിലൊരു റിവിഷൻ ആണ്. നിങ്ങളത് ഉള്ളിൽ ഓർത്തെടുക്കുകയാണ്. എന്തായിരിക്കും ഡോക്ടർ BR അംബേദ്കറും ഭരണഘടനയും തമ്മിലുള്ള ബന്ധം ഞാൻ അത് മേലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? അദ്ദേഹം പിതാവാണ്. അവിടെ നിങ്ങൾക്ക് റിവിഷൻ കിട്ടി. അപ്പൊ ആ രീതിയിൽ തന്നെ എഴുതി പോവുക. എഴുതുന്നതായാലും നീട്ടി വലിച്ച് എഴുതരുത്. കാരണം നിങ്ങൾ പിന്നെ ഇത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഇതിരുന്ന് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബോറടിക്കും. എന്നാൽ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉണ്ടാവില്ല. നിങ്ങളിത് വെറുതെ വായിച്ച് അതിലേക്ക് മനസ്സിലേക്ക് കയറ്റിയാണ്. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ചെറിയ രീതിയിൽ പോയിന്റ്സ് ആക്കി എഴുതാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ വർക്കൗട്ട് ഉണ്ടാവും. നിങ്ങൾ വലിയ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയിട്ട് തന്നെ ആലോചിച്ച് നോക്കും. കുറേ എഴുതിയൊരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിച്ചു കഴിഞ്ഞു. നമ്മുടെ ആ പകുതി ഇത് അപ്പം തന്നെ പോകും. പകുതി പഠിക്കാനുള്ള മൂഡ് പോകും. പഠിക്കാനൊരു മീൻസ് ഒരു ഇഷ്ടം തോന്നണം പഠിത്തത്തിനോട്. അതിന് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് ചെറിയ നോട്ട് മതി. ചെറിയൊരു നോട്ടിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇത്രയും എനിക്ക് ഓർമ്മ നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ വലിയ നോട്ടുകൾ എഴുതിയിട്ട് പേജുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, ഇതാരും നമുക്ക് കാണിക്കാമല്ലോ. അപ്പൊ ഒരുപാട് എഴുതുന്നത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയം കളയരുത്, സമയം കളഞ്ഞ് പഠിക്കരുത്. സമയം കളയരുത് എന്നല്ല, ഒരുപാട് സമയം പഠിച്ചു എന്നുള്ളത് നമുക്ക് ആരെയും കാണിക്കാനല്ല. നമ്മൾ എത്ര കുറച്ച് സമയം പഠിച്ചാലും ആ സമയം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ വേഗം ക്ലാസ്സിലേക്ക് കിടക്കട്ടെ. ഒരുപാട് ആളുകൾക്കൊന്നും മോട്ടിവേഷൻ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ പദവികളാണ് നോക്കുന്നത്. കേരളത്തിലെ പദവികളിൽ ഞാൻ പറഞ്ഞു തന്ന ആ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടും പഠിച്ചു വെച്ചിട്ട് പോകണം. അപ്പൊ ഇന്ന് നമുക്ക് ഇന്ത്യയിലെ പദവികൾ നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ആരാണ്? ദ്രൗപദി മുർമു. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ സാന്താൾ വംശജ ആരാന്ന് ചോദിച്ചാലും ദ്രൗപദി മുർമു ആണ് അല്ലെ. ആരാണ്? ദ്രൗപദി മുർമു. രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. മറക്കൂലല്ലോ, നമ്മുടെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇതൊന്നും നമുക്ക് കോഡ് വെച്ച് പറഞ്ഞു തരുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഞാൻ കോഡ് വെച്ചിട്ട് പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. രാഷ്ട്രപതി ആര്? ദ്രൗപദി മുർമു. ഇതൊക്കെ പറഞ്ഞു തരുന്ന കാര്യം കേട്ടോ. സിമ്പിൾ ആണ്. കാരണം ഇപ്പോഴത്തെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് പഠിച്ചിരിക്കണം. രാഷ്ട്രപതി ആരെന്നും പ്രധാനമന്ത്രി ആരെന്നും 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, മോശമാണ്. അപ്പൊ എന്തായാലും അറിഞ്ഞു വെക്കുക കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയൊക്കെ എന്തായാലും അറിയും. രാഷ്ട്രപതി പഠിച്ചു വെക്കുക, ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ആണ് നമ്മുടെ ഉപരാഷ്ട്രപതി. ആരാണ്? ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ആണ് നമ്മുടെ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ. ഓക്കെ, ഇതിൽ കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അധികം ടെൻഷൻ അടിച്ച് പഠിക്കാനല്ല, ഒന്നും കൂടി ബാക്കി കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാന്നുള്ളൂ. നമുക്ക് ഏകദേശം എല്ലാം അറിയുന്നതാണ്. അപ്പൊ ടെൻഷൻ അടിക്കാണ്ട് പഠിക്കാട്ടോ. രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി ആരാണ്? അത് ജഗദീപ് ധൻകർ. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന. അതും ശ്രദ്ധിച്ചോ, അതിപ്പോ മാറിയതാണ്, സഞ്ജീവ് ഖന്നൊപ്പം ആയതാണ്. പക്ഷെ ചിലപ്പോൾ PSC ഉത്തരം DY ചന്ദ്രചൂഡ് മാത്രമാണെങ്കിൽ അതാവും നമ്മുടെ ഉത്തരം. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് പോവുക. ഇപ്പൊ നിലവിൽ ആരാന്ന് ചോദിച്ചാൽ സഞ്ജീവ് ഖന്നയാണ്. ആരാണ്? സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന. ഓക്കെ, സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന. ലോക്സഭാ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ അത് ഓം ബിർള. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. അത് നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ സ്പീക്കറിൽ ഇങ്ങനെ സൗണ്ട് വെക്കുന്ന ആലോചന, അമ്പലത്തൊക്കെ സ്പീക്കറിലില്ല, അമ്പലത്തൊക്കെ സ്പീക്കറിൽ നമുക്ക് ഇങ്ങനെ സൗണ്ട് വെക്കില്ലേ, ഓം, ആ സൗണ്ട് വെക്കില്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ. സ്പീക്കറിൽ സൗണ്ട് വെക്കുക. സ്പീക്കറിൽ ഇവിടെ ഹലോ വെച്ചിട്ട് ആരുടെയും പേരില്ല, ഹലോ ചെക്ക് ചെക്ക് ഇങ്ങനെ ഒന്നും ആരുടെയും പേരില്ല. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഇവിടെ ഈ ഓം ഉണ്ട്. അപ്പൊ ഓം വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ് ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ സ്പീക്കറിൽ വെച്ചിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. എന്നിട്ട് താഴെ പോയി നോക്കുക, സ്പീക്കറിൽ കേൾക്കാൻ പറ്റിയ എന്ത് സാധനം അവിടെ ഉള്ളത്? ജഗദീപ് എന്ന് സ്പീക്കറിൽ കേൾക്കാൻ പറ്റിയ സാധനമല്ല, ദ്രൗപദി മുർമു സ്പീക്കറിൽ കേൾക്കാൻ പറ്റിയ സാധനമല്ല. അപ്പൊ എന്താണ് സ്പീക്കറിൽ കേൾക്കാൻ പറ്റുമെന്നുള്ളത്? ഓം. അത് നമുക്ക് സ്പീക്കറിൽ എടുത്ത് കേൾക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മുടെ അമ്പലത്തിലെ സ്പീക്കറിലൊക്കെ കേൾക്കും ഓം. അപ്പൊ ഓം വെച്ച് കണക്ട് ചെയ്ത ഓം ബിർള. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഓക്കെ, ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. മറക്കരുത്, രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ജഗദീപ് ധൻകർ. ആരാണ്? ജഗദീപ് ധൻകർ ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന. ഓക്കെ, സഞ്ജീവ് ഖന്നയാണ്
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അത് പഠിച്ചു വെച്ചാൽ മതി. മറ്റേ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അത് മാത്രമാണ് കടന്നെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. പക്ഷേ സഞ്ജീവ് ഖന്നയാണ് നിലവിൽ. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ലോക്സഭാ സ്പീക്കർ ആരാന്ന് വെച്ചാൽ സ്പീക്കർ അല്ലേ. സ്പീക്കറിൽ എന്തിന്റെ സൗണ്ട് വെക്കും? ഓം. അപ്പൊ അത് കണക്ട് ചെയ്ത് നമുക്ക് ഓം ബിർള കിട്ടും അല്ലെ. സ്പീക്കറിൽ എന്തിന്റെ സൗണ്ട് ആണ് കേൾക്കുക? ഹലോ, ചെക്ക് ചെക്ക്, മൈക്ക് ടെസ്റ്റിംഗ്, ഇതല്ല കേൾക്കുക. എന്താണ് നമ്മൾക്ക് ഇവിടെ കണക്ഷൻ ഉള്ളത്? എന്തിന്റെയാണ്? ഓം. എന്താലോചിക്കണം? അമ്പലത്തിൽ കേൾക്കൂലേ? അമ്പലത്തിലെ സ്പീക്കറിലൊക്കെ കേൾക്കും ഓം. അത് വെച്ച് കണക്ട് ചെയ്താൽ കേട്ടോ. ഓം ബിർള, ഓം ബിർള. രാജ്യസഭ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജഗ്ദീപ് ധൻഖർ ആണ്. നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭ അധ്യക്ഷൻ. ഓക്കെ. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് കേട്ടോ. ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് പ്രമോദ് ചന്ദ്രൻ മോദി. പ്രമോദ് ചന്ദ്രൻ മോദിയാണ് രാജ്യസഭ സെക്രട്ടറി ജനറൽ. ക്യാബിനറ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗൗബ. രാജീവ് ഗൗബയാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ. അറ്റോർണി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണിയാണ് നമ്മുടെ അറ്റോർണി ജനറൽ. സോളിസിറ്റി ജനറൽ ആരാന്ന് ചോദിച്ചാൽ തുഷാർ മേത്ത. സോളിസിറ്റി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് തുഷാർ മേത്ത. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? എല്ലാവർക്കും അറിയാം, അത് ശക്തികാന്ത് ദാസ് ആണ്. ശക്തികാന്ത് ദാസ് ആണ് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ അല്ലെ. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. പിന്നെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണറാണ് നമ്മൾ പഠിച്ചതല്ലേ, ഓസ്ബോൺ സ്മിത്ത് അല്ലേ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഓസ്ബോൺ സ്മിത്ത്. നിലവിൽ ആരാന്ന് ചോദിച്ചാൽ അത് ശക്തികാന്ത് ദാസ് ആണ്. ആരാണ്? ശക്തികാന്ത് ദാസ് ആണ് നിലവിലെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ. അതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ് അല്ലെ. മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് കടുവയാണ് കേട്ടോ. മൃഗം ഏതാണ്? കടുവ. വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ അത് എണ്ണപ്പന. ₹1 നോട്ടിൽ ഒഴികെ മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറും. ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ധനകാര്യ സെക്രട്ടറിയാണ്. ഓക്കെ, എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ. അപ്പൊ അടുത്ത നീതി ആയോഗിന്റെ ചെയർമാൻ നമുക്കറിയാം പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗ് വന്നത് തൊട്ട് നിലവിൽ ഇതുവരെയും നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് അതിന്റെ ചെയർമാൻ. അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഇപ്പോൾ ആരാണ്? സുമൻ ബെറിയാണ്. ആരാണ്? സുമൻ ബെറി. പക്ഷെ ആദ്യത്തെ ആരാണ് നമ്മൾ പഠിച്ചു? അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗരിയാണ് അല്ലെ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഓക്കെ. ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് ആണ് അല്ലെ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാലും ആരാണ്? എസ് സോമനാഥ് ആണ്. എസ് സോമനാഥ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ അത് രാജീവ് കുമാർ. ആരാണ്? രാജീവ് കുമാർ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിജയഭാരതി സയാനിയാണ്. PSC ഉത്തരം എന്താണ്? അരുൺ കുമാർ മിശ്ര. പക്ഷെ വിജയഭാരതി സയാനി കണ്ട അതല്ലേ ഉത്തരം. അപ്പൊ അരുൺ കുമാർ മിശ്രയും പഠിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഓക്കെ. വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് രേഖ ശർമ്മ. ആരാണ്? രേഖ ശർമ്മയാണ് കേട്ടോ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വരാം. ആരാണ് നമ്മുടെ രാഷ്ട്രപതി? ദ്രൗപതി മുർമു. നമ്മുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ദ്രൗപതി മുർമു. ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ജഗദീപ് ധൻഖർ ആണ്. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. സിമ്പിൾ ആയിട്ട് എല്ലാം ഒന്ന് പറഞ്ഞു പോവാം. ആരാണ് നമ്മുടെ രാഷ്ട്രപതി? ആരാണ്? ദ്രൗപതി മുർമു ആണ്. ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ജഗദീപ് ധൻഖർ ആണ് അല്ലെ. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. ഓക്കെ. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ സഞ്ജീവ് ഖന്ന. നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടുണ്ടാവണം. പക്ഷേ സഞ്ജീവ് ഖന്നയാണ് വരുന്നതെങ്കിൽ അതാണ് ഉത്തരം. സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ലോക്സഭാ സ്പീക്കർ ആരാണ്? സ്പീക്കറിൽ എന്തിന്റെ സൗണ്ട് ആണ് കേൾക്കുക? സ്പീക്കറിൽ ഓം. അപ്പൊ ഓം ബിർള. ഓക്കെ. രാജ്യസഭ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജഗ്ദീപ് ധൻഖർ ആണ്. രാജ്യസഭ അധ്യക്ഷൻ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് അല്ലെ. ഉപരാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യസഭ അധ്യക്ഷൻ. ആരാണ്? ജഗ്ദീപ് ധൻഖർ ആണ് കേട്ടോ. ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് പ്രമോദ് ചന്ദ്രൻ മോദി. ആരാണ്? പ്രമോദ് ചന്ദ്രൻ മോദി. ഒന്നുകൂടി പറഞ്ഞു തരാം. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഉത്പൽ കുമാർ സിംഗ്. ആരാണ്? ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് അല്ലെ. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഉത്പൽ കുമാർ സിംഗ് ആണ് കേട്ടോ. ഇനി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് പ്രമോദ് ചന്ദ്രൻ മോദി. ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? രാജീവ് ഗൗബയാണ് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ആരാണ്? രാജീവ് ഗൗബയാണ് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി കേട്ടോ. രാജീവ് ഗൗബ. അറ്റോർണി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ആർ വെങ്കിട്ടരമണിയാണ് നമ്മുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി.
സോളിസിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത. റിസർവ് ബാങ്ക് ഗവർണർ നമുക്കറിയാം ശക്തികാന്ത് ദാസ് ആണ്. പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ശക്തികാന്ത് ദാസ് ആണ്. ഓക്കെ, ശക്തികാന്ത് ദാസ്. നീതി ആയോഗിന്റെ ചെയർമാൻ നമുക്കറിയാം ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. എപ്പോഴും നീതി ആയോഗിന്റെ ചെയർമാൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ചോദ്യം വരും. നീതി ആയോഗിന്റെ എപ്പോഴത്തെയും ചെയർമാൻ ആരാവും? അത് പ്രധാനമന്ത്രിയാവും. ആസൂത്രണ കമ്മീഷന്റെ എപ്പോഴത്തെയും ചെയർമാൻ ആരാവും? അത് പ്രധാനമന്ത്രിയാവും. രണ്ടിന്റെയും പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് സുമൻ ബെറിയാണ്. ഇപ്പോഴത്തെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഗിരീഷ് ചന്ദ്ര മുർമു. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ. ISRO ചെയർമാൻ നമുക്കറിയാം സോമനാഥ് ആണ് ISRO ചെയർമാൻ. ഏത് സമയത്ത്? ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാലും സോമനാഥ് ആണ്. ഇനി ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് വീരമുത്തുവേലാണ്. ആരാണ്? വീരമുത്തുവേലാണ് അല്ലെ. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. അതൊക്കെ പഠിച്ചു നോക്കണ്ട, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ അത് രാജീവ് കുമാർ. ആരാണ്? രാജീവ് കുമാർ ആണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിജയഭാരതി സയാനി. ആരാണ്? വിജയഭാരതി സയാനി. ഉത്തരത്തിൽ അരുൺകുമാർ മിശ്ര മാത്രമാണുള്ളതെങ്കിൽ അരുൺകുമാർ മിശ്ര നമ്മുടെ ഉത്തരം. വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ രേഖ ശർമ്മ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഒറ്റ പ്രാവശ്യം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം, കൺഫേം ആവണ്ടേ. രാഷ്ട്രപതി ആരാണ്? നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപതി മുർമു ആണ് അല്ലെ. നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപതി മുർമു. ഉപരാഷ്ട്രപതി ആരാന്ന് വെച്ചാൽ ജഗ്ദീപ് ധൻകർ. ആരാണ്? ജഗ്ദീപ് ധൻകർ ആണ് നമ്മുടെ ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് അല്ലെ. നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആരാണ്? സഞ്ജീവ് ഖന്ന. ഓക്കെ. ലോക്സഭാ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ അത് ഓം ബിർള. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. നമ്മൾ എങ്ങനെ ആലോചിച്ചു? സ്പീക്കറിലൂടെ എന്ത് കേൾക്കും? ഓം. അപ്പൊ ഓം ബിർള, ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യസഭാ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ജഗ്ദീപ് ധൻകർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ സ്പീക്കർ. ഓക്കെ, അല്ല രാജ്യസഭാ അധ്യക്ഷൻ. ലോക്സഭയിലാണ് സ്പീക്കർ ഒറ്റ സ്ഥലത്തുള്ളൂ. ലോക്സഭാ സ്പീക്കർ അതാരാണ്? ഓം. സ്പീക്കറിലൂടെ സൗണ്ട് വെക്കും. ഓക്കെ, രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ ആണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രൻ മോദി. ആരാണ്? പ്രമോദ് ചന്ദ്രൻ മോദി. ക്യാബിനറ്റ് സെക്രട്ടറി ആരാന്ന് വെച്ചാൽ രാജീവ് ഗൗബ. ആരാണ്? രാജീവ് ഗൗബ. അറ്റോർണി ജനറൽ ആരാന്ന് വെച്ചാൽ R വെങ്കിട്ടരമണി. പിന്നെ ഏതാണ്? സോളിസിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? തുഷാർ മേത്ത. റിസർവ് ബാങ്ക് ഗവർണർ നമുക്കറിയാം ശക്തികാന്ത് ദാസ്. ആദ്യത്തെ ആരാന്ന് ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സുമൻ ബറി. ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് പനഗരിയ. ആദ്യത്തെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ അത് സിന്ധുശ്രീ ഖുള്ളർ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ISRO ചെയർമാൻ സോമനാഥ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് വെച്ചാൽ വിജയഭാരതി സയാനി. വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് രേഖ ശർമ്മ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് വെച്ചാൽ ഇക്ബാൽ സിംഗ് ലാൽപുര. ഓക്കെ അല്ലെ. ഇമ്പോർട്ടന്റ് ഏതൊക്കെ കവർ ആയില്ലേ? അപ്പൊ നല്ല രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാ. എക്സാമിന് മുമ്പ് എന്തായാലും ഈ ഭാഗം ഒന്നും കൂടി വന്നിട്ട് വായിച്ചു പോവാ കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് മാർത്താണ്ഡവർമ്മ. നമുക്ക് തിരുവിതാംകൂറിനെ പറ്റി നമ്മുടെ സിലബസിൽ ഇല്ല, പക്ഷെ മാർത്താണ്ഡവർമ്മ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുളച്ചിൽ യുദ്ധം നയിച്ചത് ആരാണ്? ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതുപോലെ തന്നെ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്ത് പേരിലാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലും അതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1723 ഏത് കലാപത്തെ തുടർന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഗിഫോർഡ് ആണ് അല്ലെ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അലക്സാണ്ടർ ഗിഫോർഡ് എന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഗിഫോർഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മാർത്താണ്ഡവർമ്മ പഠിക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ.
തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3 ആണ് അല്ലെ. ഭാഗം 3. ഓക്കെ. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു, ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഓക്കെ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്, ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാലും അതാരാണ്? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ആരാണ്? മറ്റേ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്തിന്റെയാണ്? ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ ഭരണനയമാണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം. ഓക്കെ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്, എന്ത് പേരിലാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലും അതാരാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയാണ് ഒപ്പുവെച്ചത് കേട്ടോ. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവാണ്. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരിൽ തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധം 1741. ഓക്കെ. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയാണ്. ഡച്ചുകാരനായ ക്യാപ്റ്റൻ ഡിലനോയാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. നമുക്ക് പോയിന്റുകളൊന്നും കൂടി നോക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പിന്നെന്താണ്? വേണാട് ഉടമ്പടിയിൽ എന്ത് പേരിലാണ് ഒപ്പുവെച്ചത്? ചോദിക്കുവേ, എങ്ങനെയാണ് ചോദിക്കുക? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെന്ന് ചോദിക്കും. അതാരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741. 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിന്റെ ഡേറ്റ് പഠിച്ചു വെക്കണം. 1741. ഓക്കെ. അടുത്ത നമുക്ക് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? കോളറ എവിടെയാണ് ബാധിക്കുന്നത്? കോളറ ചെറുകുടലിനെ ബാധിക്കുന്നതാണ് കോളറ. കോളറ എവിടെയാണ് ബാധിക്കുന്നത്? ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഏതാണ്? ചെറുകുടൽ. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ചെറുകുടൽ. പണ്ട് സിനിമയിലൊക്കെ ഉള്ള ഒരു ഡയലോഗാണ് അല്ലേ, എന്റെ കുടൽ ഞാൻ കുത്തി പുറത്തിടുന്നു പറയില്ല, നിന്റെ കുടൽ ഞാൻ കുത്തി പുറത്തിടും, എന്നിട്ട് അത് കഴുത്തിലിട്ട് നടക്കും അല്ലേ. അപ്പൊ കഴുത്തിലല്ലേ കോളർ. അങ്ങനെ ആലോചിച്ചാൽ മതി. കോളറിന്റെ മേലെ കുടലിട്ട് നടക്കുന്ന ആലോചിച്ചാൽ മതി. നമുക്ക് ആലോചിക്കാൻ പറ്റിയ സംഭവം അല്ല, എന്നാലും ആലോചിച്ച് വെക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ്? ഈ ചെറുകുടല് കുത്തിപ്പണ്ടം പുറത്തെടുത്ത് ചെറുകുടല് കഴുത്തിൽ തൂക്കി നടക്കുന്നു. അപ്പൊ കഴുത്തിൽ കോളർ ഉണ്ട്, കോളറിന്റെ മേലെ ചെറുകുടല്. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വെച്ച് പഠിക്കാം. അല്ല നിങ്ങൾക്ക് അതിലും നല്ലൊരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ. അടുത്തത് ടൈഫോയിഡും ചെറുകുടൽ. ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ചെറുകുടലാണ്. ടൈഫോയിഡ് ചെറുകുടല്, കോളറ ചെറുകുടല്. ഓക്കെ. പ്ലേഗ് രക്തധമനികളെയും ശ്വാസകോശത്തെയുമാണ് ബാധിക്കുന്നത്. പ്ലേഗ് ബാധിക്കുന്നത് രക്തധമനികൾ, ശ്വാസകോശം എന്നിവയാണ്. ഓക്കെ. കുഷ്ഠം നാഡീവ്യവസ്ഥ. കുഷ്ഠം എന്തിനാണ് ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥയാണ് കുഷ്ഠം ബാധിക്കുന്നത്. ആന്ത്രാക്സ് ശ്വാസകോശം, ദഹന വ്യവസ്ഥ എന്നിവയെ ബാധിക്കുന്നു. ആന്ത്രാക്സ്. ഓക്കെ. ആന്ത്രാക്സ് ശ്വാസകോശം, ദഹന വ്യവസ്ഥ എന്നിവയെ ബാധിക്കുന്നു. ന്യൂമോണിയ ശ്വാസകോശം, വില്ലൻ ചുമ. നമുക്കറിയാം, ചുമച്ചുകൊണ്ടേയിരുന്ന ശ്വാസത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ വില്ലൻ ചുമ ശ്വാസകോശം. ഓക്കെ. ടെറ്റനസ് പേശികൾ. ടെറ്റനസ് എന്നുള്ളതിനെ ടൈറ്റ് എന്ന് പഠിച്ചാൽ മതി. പേശി പറഞ്ഞതാണ് മസിലാണ്. മസിൽ ടൈറ്റ് ആവുക. അപ്പൊ ടെറ്റനസ് ടൈറ്റ്, ടൈറ്റ്. ഓക്കെ. ടൈറ്റ് പേശികൾ. അത് വെച്ച് കണക്ട്. ക്ഷയം ശ്വാസകോശം. ക്ഷയരോഗം ശ്വാസകോശം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ക്ഷയമാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ അത് ഹീമോഫീലിയ അല്ലെ. ഓക്കെ. പഠിച്ചു വെക്കണേ. പോളിയോ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. പോളിയോ എന്താണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. പേ വിഷബാധയും നാഡീവ്യവസ്ഥ. ഓക്കെ. പേ വിഷബാധ, നാഡീവ്യവസ്ഥ. എയ്ഡ്സ് ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് ലിംഫോസൈറ്റ്. ഓക്കെ. ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തു വരാം. എവിടെയാണ് കോളറ ബാധിക്കുന്നത്? കോളറ ചെറുകുടലിനെ ബാധിക്കുന്നു. കോളറിൽ നമ്മൾ ചെറുകുടലിൽ തൂക്കിയിട്ട് നടക്കുകയാണെന്നല്ലേ, നമ്മളല്ല കേട്ടോ, അത് ഏതെങ്കിലും ഗുണ്ട. ഓക്കെ. ഗുണ്ട കുത്തിക്കൊന്ന് കുടലിൽ പുറത്തെടുത്ത് തോളിലിട്ട് നടക്കുകയാണ്. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ കോളറ ചെറുകുടൽ
ടൈഫോയിഡ് ചെറുകുടൽ, ടൈഫോയിഡ്, ടൈ കെട്ടുന്ന, അപ്പൊ അയാൾ തോളിലിട്ട് നടക്കുകയല്ലേ, തോളിലിട്ട് നടന്ന ടൈ പോലെ ഇങ്ങനെ കടക്കാണ് ചെറുകുടൽ. നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല, പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല, ഇങ്ങനത്തെ കോഡൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് നല്ല കോഡുകൾ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ കിറുക്കൻ കോഡുകൾ നമുക്ക് എന്തായാലും അവിടുന്ന് പോയി കിട്ടും. ഞാൻ പറഞ്ഞിരുന്നു എങ്ങനത്തെ കോഡുകൾ നമ്മൾ പഠിക്കരുത് എന്ന് പറഞ്ഞിരുന്നു, കാരണം അവിടെ പോയാൽ നമുക്ക് കോഡ് ഓർമ്മ കിട്ടണമെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആലോചിച്ചൊക്കെ പറ്റുന്ന പോലെ പഠിക്കണം. ഓക്കെ, അപ്പൊ കോളറിൽ നമ്മൾ ചെറുകുടൽ തൂക്കിയിട്ടാണ് അത് ഇങ്ങനെ ടൈ പോലെ കിടക്കണം. അപ്പൊ ടൈഫോയിഡും എവിടെ തന്നെയാണ്, ചെറുകുടലിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, ടൈഫോയിഡ് ചെറുകുടൽ. പ്ലേഗ് രക്തധമനികൾ ശ്വാസകോശം, പ്ലേഗ് രക്തധമനികൾ ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്നു. പ്ലേഗ് രക്തധമനികൾ ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്നു. പ്ലേഗ് രക്തധമനികൾ ശ്വാസകോശം. ഓക്കെ, കുഷ്ഠം നാഡീവ്യവസ്ഥ, കുഷ്ഠം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. കുഷ്ഠം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഏത്, കുഷ്ഠം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠം. ആന്ത്രാക്സ് ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയെയും ബാധിക്കുന്നു. ആന്ത്രാക്സ് ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയെയും ബാധിക്കുന്നു. ഓക്കെ, ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ്. ന്യൂമോണിയ ശ്വാസകോശം, അതുപോലെ തന്നെ വില്ലൻ ചുമയും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ്. ടെറ്റനസ്, എന്ത് ടൈറ്റ് ആവും, പേശി ടൈറ്റ് ആവും, മസിൽ ടൈറ്റ് ആവും, പേശികൾ ടെറ്റനസ്. ഓക്കെ, ക്ഷയം ശ്വാസകോശം, ക്ഷയം ശ്വാസകോശം. പോളിയോ നാഡീവ്യവസ്ഥ, പോളിയോ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. പേ വിഷബാധയും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. എയ്ഡ്സ് ലിംഫോസൈറ്റിനെ ബാധിക്കുന്നു അല്ലെ, എയ്ഡ്സ് ലിംഫോസൈറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ഇനി മേലേക്ക് ഒന്ന് പോവാ. എയ്ഡ്സ് ഏതാണ്, എയ്ഡ്സ് ലിംഫോസൈറ്റിനെ ബാധിക്കുന്നു. പേ വിഷബാധ നാഡീവ്യവസ്ഥ, പോളിയോ നാഡീവ്യവസ്ഥ, ക്ഷയം ശ്വാസകോശം, ടെറ്റനസ് പേശികൾ ടൈറ്റ് ആവുന്നു, പേശികൾ ടൈറ്റ് ആവുന്നു. പിന്നെ വില്ലൻ ചുമ ശ്വാസകോശം ചുമച്ച അത് ശ്വാസത്തിന് ബുദ്ധിമുട്ടാണ്, അപ്പൊ വില്ലൻ ചുമ ശ്വാസകോശം, ന്യൂമോണിയ ശ്വാസകോശം, ആന്ത്രാക്സ് ശ്വാസകോശം ദഹന വ്യവസ്ഥ, കുഷ്ഠം നാഡീവ്യവസ്ഥ, പ്ലേഗ് രക്തധമനികൾ ശ്വാസകോശം, ടൈഫോയിഡ് ടൈ പോലെ ഇങ്ങനെ നമ്മുടെ കുടൽ കഴുത്തിലിട്ടപ്പോ കിടക്കണം. അപ്പൊ കഴുത്തിലിടുന്നത് എന്തുകൊണ്ടാണ്, കോളറ ആലേക്കാൻ വേണ്ടിയിട്ട്. കോളറ, മറ്റേ ചെറുകുടൽ, പിന്നെ ടൈഫോയിഡ്, അത് മൂന്നും കണക്ട് ആയിട്ടോ അതങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗം വേഗം നോക്കാം കേട്ടോ. അടുത്ത നമുക്ക് UN വർഷങ്ങൾ, UN ആചരിക്കുന്ന അന്താരാഷ്ട്ര വർഷങ്ങൾ നോക്കാം. എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങൾ മാത്രം നോക്കട്ടെ. എല്ലാ വർഷങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇമ്പോർട്ടന്റ് ആയത് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതെന്തായാലും പഠിച്ചു വെക്കണ്ടേ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം. 1968 മനുഷ്യാവകാശ വർഷം. എപ്പോഴാണ്, 1968 മനുഷ്യാവകാശ വർഷം. ഓക്കെ, 1968 മനുഷ്യാവകാശ വർഷം, 1968 മനുഷ്യാവകാശ വർഷം, 1968 മനുഷ്യാവകാശ വർഷം. 1970 വിദ്യാഭ്യാസ വർഷം, 1970 വിദ്യാഭ്യാസ വർഷം. 1975 വനിതാ വർഷം അല്ലെ, 1975 വനിതാ വർഷം. അപ്പൊ ഏതൊക്കെ പഠിച്ചു, 1968. എന്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ, വർഷങ്ങൾ നമുക്ക് സിമ്പിൾ ആണ്, റിപ്പീറ്റ് ചെയ്താൽ സിമ്പിൾ ആണ്, എന്റെ ഒപ്പം കൂടിയാൽ മതി. 1968 മനുഷ്യാവകാശ വർഷം. എപ്പോഴാണ്, 1968 മനുഷ്യാവകാശ വർഷം, 1968 മനുഷ്യാവകാശ വർഷം, 1968 മനുഷ്യാവകാശ വർഷം. 1970 വിദ്യാഭ്യാസ വർഷം, 1970 വിദ്യാഭ്യാസ വർഷം. 1975 വനിതാ വർഷം, 1975 വനിതാ വർഷം. ആ മൂന്നെണ്ണം കിട്ടിയോ? അപ്പൊ 1968 എന്താണ്, അത് മനുഷ്യാവകാശ വർഷം. 1970 എന്താണ്, 1970 അത് വിദ്യാഭ്യാസ വർഷം. 1975 എന്താണ്, അത് വനിതാ വർഷം. ഇനി 2015 സിമ്പിൾ ആണ്, നമുക്ക് കിട്ടും. 2015 നമ്മൾ പഠിച്ചതല്ലേ, എന്താണ്, അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ്. മണ്ണിനെ കുറിച്ച് പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 2015. മണ്ണ് ദിനം എപ്പോഴാന്ന് ചോദിച്ചാൽ December 5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചത് ലാറ്ററൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. പിന്നെ ഏതാണ്, ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്, അത് ചെമ്മണ്ണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണ്. പിന്നെ ഏത് മണ്ണിന്, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണ്. ബസാൾട്ട് ശില എന്ത് ശിലകൾക്ക് ഉദാഹരണമാണ്, ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് അല്ലെ. അപ്പൊ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായ മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണ്. അതുപോലെ തന്നെ ഏത് പഠിച്ചു, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാന്ന് വെച്ചത് പീറ്റ് മണ്ണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്, അതേതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്, കറുത്ത മണ്ണിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ സ്ഥലം ഏതാന്ന് വെച്ചാൽ അത് പാലക്കാടുള്ള ചിറ്റൂരാണ്. ഓക്കെ അല്ലേ, പാലക്കാടുള്ള ചിറ്റൂരാണ്. വർഷങ്ങൾ പഠിക്കണം, 2015 നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി മുമ്പത്തെ വർഷങ്ങളിലേക്ക് പോകാം. 1968 എന്താണ്, മനുഷ്യാവകാശ വർഷമാണ് അല്ലെ. 1968 മനുഷ്യാവകാശ വർഷമാണ്. 1970 വിദ്യാഭ്യാസ വർഷമാണ്. 1975 വനിതാ വർഷമാണ് അല്ലെ. 1975 വനിതാ വർഷം. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. 2016 നമ്മൾ പഠിച്ചു, 16 പയർ. ഓക്കെ, 2016 പയർ.
നമ്മൾ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ കിട്ടും. അത് അങ്ങനെയാണ്. 2016 പയർ. ഓക്കെ, 2016 അന്താരാഷ്ട്ര പയർ വർഷം. ഓക്കെ, ഇനി അടുത്ത് നോക്കട്ടെ ഏതൊക്കെയാണ്. 2021 പഴം പച്ചക്കറികൾ. 2021 പഴം പച്ചക്കറികൾ. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. 2021 പഴം പച്ചക്കറികൾ. 2021 പഴം പച്ചക്കറികൾ. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. 2023 മില്ലറ്റ് വർഷം. 2023 മില്ലറ്റ് വർഷം. ഓക്കെ, ഒന്നുകൂടി 2015 തൊട്ട് നമുക്ക് ഒന്നും കൂടി വരാം. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. 2016 പയർ വർഷം. 16 പയർ എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? 16 പയർ. ഓക്കെ, അപ്പൊ 16 പയറാണ് കേട്ടോ. 2016 പയർ. 2015 മണ്ണ്. ഡിസംബർ 5 മണ്ണ് ദിനം. അത് നമുക്ക് പറയണം. അപ്പൊ 2015 മണ്ണ് വർഷം. 2016 പയർ വർഷം. 2021 എന്താണ്? പഴം പച്ചക്കറികൾ. 2021 പഴം പച്ചക്കറികൾ. പിന്നെ 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം. പിന്നെ എന്താണ്? ജലകൃഷി അല്ലെ, ജലകൃഷി. പിന്നെ 2023 മില്ലറ്റ് വർഷം. 2024 ഒട്ടക വർഷം. ഒട്ടഹ. ഓക്കെ, അപ്പൊ 2024 ഒട്ടക വർഷം. ഓക്കെ, ഒട്ടകം. 2024 ഒട്ടക വർഷം കേട്ടോ. 2024 ഒട്ടക വർഷം. 2023 മില്ലറ്റ് വർഷം. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം. പിന്നെ എന്താണ്? ജലകൃഷി. 2022 കേട്ടോ. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. 2021 എന്താണ്? പഴം പച്ചക്കറികൾ. പിന്നെ അതിന്റെ മുമ്പ് നമ്മൾ ഏത് പഠിച്ചു? 2016 ഏതാണ്? പയർ വർഷം. 2015 ഏതാന്ന് വെച്ചാൽ അത് അന്താരാഷ്ട്ര മണ്ണ് വർഷം. പിന്നെ 1975 വനിതാ വർഷം. 1970 വിദ്യാഭ്യാസ വർഷം. 1968 മനുഷ്യാവകാശ വർഷം. ഓക്കെ അല്ലേ? നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആണ്. റിപ്പീറ്റ് ചെയ്ത് വരണം. എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ മടി കാട്ടരുത്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചതല്ലേ, ഇപ്പൊ ഇതുവരെ കറക്റ്റ് ആണല്ലോ. അപ്പൊ ആദ്യം തൊട്ടൊന്നും കൂടി വരാം. 1968 എന്താണ്? മനുഷ്യാവകാശ വർഷമാണ് അല്ലെ. ഇനി 1970 അത് വിദ്യാഭ്യാസ വർഷമാണ് അല്ലെ. 1975 അത് വനിതാ വർഷമാണ്. 75 നമ്മൾ പഠിച്ചതാണ്. 2015 നമുക്ക് എല്ലാവർക്കും അറിയാം അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ്. 2016 അന്താരാഷ്ട്ര പയർ വർഷമാണ്. 2016 പയർ. ഓക്കെ, അടുത്തത് 2021 പഴം പച്ചക്കറികൾ. 2022 നമ്മൾ എന്ത് പഠിച്ചു? 2022 നമ്മൾ എന്താ പഠിച്ചത്? കൈത്തൊഴിൽ. പിന്നെ എന്താണ്? മത്സ്യബന്ധനം ജലകൃഷി അല്ലെ. 2023 അല്ലെ മില്ലറ്റ് വർഷം. 2023 മില്ലറ്റ് വർഷമാണ്. 2024 ഈ വർഷം. 2024 എന്താണ്? ഒട്ടക വർഷം. ഒട്ടഹ. ഓക്കെ, അപ്പൊ ഒട്ടക വർഷമാണ് 2024. ഓക്കെ, ഇനി 2025 ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. ഓക്കെ, 2025 ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. ഇതിന്റെയൊക്കെ വർഷമായിട്ട് ആചരിക്കുന്നു 2025. ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. 2026 വനിതാ കർഷക വർഷം. നമ്മുടെ വനിതാ വർഷം എപ്പോഴാണ്? 1975 ആണെങ്കിൽ 2026 വനിതാ കർഷക വർഷം. 2025 ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. 2025 ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. 2025 ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. 2026 വനിതാ കർഷക വർഷം. പിന്നെ 2024 ഒട്ടഹ. അപ്പൊ അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് 2024. 2023 മില്ലറ്റ് വർഷം. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം. പിന്നെ നമ്മൾ ഇത് പഠിച്ചു? ജലകൃഷി. 2021 നമ്മൾ ഇത് പഠിച്ചു? പഴം പച്ചക്കറികൾ. 2016 പയർ വർഷം. 2015 ഏതാണ്? 2015 നമ്മുടെ മണ്ണ് വർഷം. പിന്നെ 1975 വനിതാ വർഷം. 1970 വിദ്യാഭ്യാസ വർഷം. 1968 മനുഷ്യാവകാശ വർഷം. ഒരു വട്ടം കൂടി നമുക്ക് അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. 1968 എന്താണ്? മനുഷ്യാവകാശ വർഷം. ഒപ്പം പറയണേ, 1968 മനുഷ്യാവകാശ വർഷം. 1970 1970 എന്താണ്? വിദ്യാഭ്യാസ വർഷം. 1975 വനിതാ വർഷം. 1975 വനിതാ വർഷം. 2015 എന്താണ്? അത് മണ്ണ് വർഷം. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അപ്പൊ 2016 പയർ. ഓക്കെ, അപ്പൊ 2016 പയർ വർഷം. പിന്നെ 2021 പഴം പച്ചക്കറി. 2021 പഴം പച്ചക്കറി. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. ഓക്കെ അല്ലെ. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി. 2023 മില്ലറ്റ് വർഷം. 2023 മില്ലറ്റ് വർഷം. 2024 എന്താണ്? അത് നമ്മുടെ ഒട്ടഹ. 2024 ഒട്ടക വർഷം. പിന്നെന്താണ്? 2025 ഹിമാനി സംരക്ഷണം സഹകരണം സമാധാനം വിശ്വാസം. അത് 2025. ഇനി 2026 വെച്ച വനിതാ കർഷക വർഷം. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഒറ്റ വട്ടം കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നാലോ. 1968 നമ്മുടെ മനുഷ്യാവകാശ വർഷം. 1970 എന്താണ്? 1970 നമ്മുടെ വിദ്യാഭ്യാസ വർഷം. 1975 എന്താണ്? അത് നമ്മുടെ വനിതാ വർഷം. 2015 എന്താണ്? അത് നമ്മുടെ മണ്ണ് വർഷം. 2016 എന്താണ്? അത് പയർ വർഷം. 2021 പഴം പച്ചക്കറി വർഷം. 2022
കൈത്തൊഴിൽ, മത്സ്യബന്ധനം, ജലകൃഷി. 2022. 2023 മില്ലറ്റ് വർഷം. 2024 ഒട്ടക വർഷം. 2025 എന്താണ്? ഹിമാനി സംരക്ഷണം, സഹകരണം, സമാധാനം, വിശ്വാസം. ഓക്കെ, ഹിമാനി സംരക്ഷണം, സഹകരണം, സമാധാനം, വിശ്വാസം. അടുത്തത് ഏതാണ്? 2026 വനിതാ കർഷക വർഷം. ഓക്കെ അല്ലേ? നമുക്ക് വർഷങ്ങളും കിട്ടി. UN അന്താരാഷ്ട്ര വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആയത് അന്താരാഷ്ട്ര വർഷങ്ങൾ നമുക്ക് കിട്ടി കേട്ടോ. ഓക്കെ ആണ് കേട്ടോ, പെർഫെക്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. നമുക്ക് ജസ്റ്റ് ഒരു 4 എണ്ണേ പഠിക്കാവുള്ളൂ, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെ. റൂർക്കേല നമ്മൾ ആരുടെ സഹായത്തോടെ? നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെച്ച് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാവും. റൂർ ജർ. ഓക്കെ, റൂർ ജർ. റൂർക്കേല ജർമ്മനി. റൂർക്കേല ജർമ്മനി. റൂർ ജർ. അപ്പൊ റൂർക്കേല ഒഡീഷയിലാണ് കേട്ടോ. റൂർക്കേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഒരു കുട്ടിയാണ് ദുർഗ. അപ്പൊ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ ആരാണ് സഹായം? ബ്രിട്ടൻ. ബ്രിട്ടന്റെ ബാക്കി 2 ഈ 2 കഴിഞ്ഞാൽ ബാക്കി 2 റഷ്യയാണ് കേട്ടോ. റഷ്യ ബിലായ് ബൊക്കാറോ. ബുക്കാറോ അല്ല, ബൊക്കാറോ. ഓക്കെ, ബൊക്കാറോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇത് പഠിച്ചു, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് രൂപീകരിച്ചത്. അപ്പൊ ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു, ബ്രിട്ടന്റെ സഹായത്തോടെ നമ്മൾ രൂപീകരിച്ചു. പിന്നെ റൂർക്കേല നമുക്ക് കിട്ടും. റൂർ ജർ. അപ്പൊ റൂർക്കേല ജർമ്മനി, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു, ജർമ്മനിയുടെ സഹായത്തോടെ നിയമിച്ചിരിക്കുന്നു. ബിലായ് ഛത്തീസ്ഗഡിലാണ്. റഷ്യ. ബിലായ് നമുക്ക് അതെന്താ ചെറിയ വാക്കാണ്. ബിലായ് റഷ്യ, രണ്ടും ചെറുതാണ്. ബിലായ് റഷ്യ. അപ്പൊ രണ്ടും ചെറുതാണെന്ന് കണക്ട് ചെയ്ത് നമുക്ക് ബിലായ് കിട്ടും. പിന്നെ ബിലായും ബൊക്കാറും ഒരാളാണ്. ബിലായ് ബൊക്കാറോ ആരാണ്? റഷ്യയാണ് കേട്ടോ. അപ്പൊ ബിലായ് റഷ്യ അത്ര ചെറുതാണെന്ന് ആലോചിച്ചാൽ മതി. രണ്ടും ചെറിയ വാക്കാണ്, പറയാൻ ചെറുതല്ലേ ബിലായ്, കാരണം 2 വാക്കുകൊണ്ട് കഴിഞ്ഞു. റഷ്യ 2 വാക്കുകൊണ്ട് കഴിഞ്ഞു, 2 അക്ഷരം കൊണ്ട്. ബിലായ് റഷ്യ, അങ്ങനെ അത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ആലോചിച്ചാൽ മതി. ബിലായ് റഷ്യ രണ്ടും ചെറുതാണ്, അങ്ങനെ ആലോചിച്ചാൽ അതും കിട്ടും. റൂർ ജർ. ആദ്യം നമ്മൾ ഏത് പഠിച്ചു? ദുർഗാപൂർ. ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ പശ്ചിമ ബംഗാളും ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ചു. റൂർക്കേലയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത്. പക്ഷെ റൂർക്കേല ഇനി നിങ്ങൾക്ക് തെറ്റില്ല, ഇനിയും റിപ്പീറ്റ് ചെയ്തേക്കാം, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിട്ട് പോകണം. അപ്പൊ റൂർക്കേല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനി. റൂർ ജർ. അപ്പൊ റൂർക്കേല ജർമ്മനി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ. ആരുടെ സഹായത്തോടെയാണ്? ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. പിന്നെ ബിലായ് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു, റഷ്യയുടെ സഹായത്തോടെ. ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ. ഓക്കെ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ഓക്കെ, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ഇനി ദുർഗാപൂർ. ദുർഗാപൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലും. ഏത് രാജ്യത്തിന് ചോദ്യം വന്നിട്ടുള്ളത് അതാണ്, ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? അപ്പൊ ഏത് രാജ്യത്തിന്റെയാണ്? ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ. ഇനി റൂർക്കേല. റൂർ ജർ. അപ്പൊ റൂർക്കേല ജർമ്മനി. ജർമ്മനി റൂർക്കേല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ബിലായ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിലായ് ചെറിയൊരു വാക്കാണ്, റഷ്യ ചെറിയൊരു വാക്കാണ്. ഓക്കെ, അപ്പൊ രണ്ടും ചെറുത്. ബിലായ് റഷ്യ. ഓക്കെ, പിന്നെ ഏതാണ്? ബൊക്കാറോ റഷ്യയാണ്. ബൊക്കാറോ റഷ്യ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് കേട്ടോ, ജാർഖണ്ഡ്. അപ്പൊ 4 പഠിച്ചേ. അപ്പൊ ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ആരുടെ സഹായത്തോടെയാണ്? ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ. റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. ബിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടെ. ഈ 4 പെർഫെക്റ്റ് അല്ലേ? റൂർക്കേല നമ്മൾ എന്തായാലും മറക്കില്ല. ആദ്യത്തെ നമ്മൾ പഠിച്ചു. ഏതാണ് ആദ്യത്തെ? ഏതാണ്? ആദ്യത്തെ ദുർഗാപൂർ ആണ്. ദുർഗാപൂർ നമ്മൾ പഠിച്ചതാണ്. ദുർഗാപൂർ ഏതാണ്? പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. റൂർക്കേല ഒഡീഷയുടെ സഹായത്തോടെ. ജർമ്മനി. പിന്നെ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു, ജർമ്മനിയുടെ സഹായത്തോടെ. ഓക്കെ, റൂർ ജർ. റൂർ ജർ മാറരുതേ, റൂർ ജർ. ഓക്കെ. ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ. ബിലായ് ചെറിയൊരു വാക്കാണ്, റഷ്യ ചെറിയൊരു വാക്കാണ്. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. അപ്പൊ ഇത് 4 പഠിച്ചാലോ? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്ത നമുക്ക് റിട്ടുകൾ. ഭരണഘടനയിലെ റിട്ടുകൾ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം നമ്മൾ പഠിച്ചതാണ്, കുറെ വട്ടം നമ്മൾ പഠിച്ചതാണ്. റിട്ട് ബ്രിട്ടൻ. ഓക്കെ, അപ്പൊ റിട്ട് ബ്രിട്ടൻ. ഓക്കെ, അപ്പൊ റിട്ട് ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ്. റിട്ടുകൾ ഓരോ വാക്കുകളും സർഷ്യൂററി, പ്രോഹിബിഷൻ, ഇങ്ങനെ ഓരോ റിട്ടുകളും ലാറ്റിൻ പദങ്ങളാണ് കേട്ടോ, ലാറ്റിൻ പദങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചതാണ്. ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226. അപ്പൊ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226. ഓക്കെ.
ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5 റിട്ടുകളാണ് ഉറപ്പു നൽകുന്നത് കേട്ടോ. എത്രയാണ്? 5 റിട്ടുകൾ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കാം. റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റിട്ട് ബ്രിട്ടൻ. എല്ലാത്തിലും ലാറ്റിൻ പദങ്ങളാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ളത് 32 ആർട്ടിക്കിൾ 32. പിന്നെ ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ അത് 5 ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സർഷ്യൂററി, പ്രോഹിബിഷൻ, കോ വാറന്റോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സർഷ്യൂററി, പ്രോഹിബിഷൻ, കോ വാറന്റോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സർഷ്യൂററി, പ്രോഹിബിഷൻ, കോ വാറന്റോ. ഓക്കെ, അപ്പൊ അത് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താണ് അറിയപ്പെടുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക. ഇപ്പൊ ആരെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പോയി ഫയൽ ചെയ്യില്ലേ? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യില്ലേ? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കാണാതെ അല്ലെങ്കിൽ ഒളിച്ചോടിയാൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. കാണാനില്ല, ഹേബിയസ് കോർപ്പസ്. അപ്പൊ ശരീരം ഹാജരാക്കണം. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്നതാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസ്. ഓക്കെ, മാൻ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മനുഷ്യൻ കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. അപ്പൊ മാൻഡമസ്. തടയുക എന്നർത്ഥം വരുന്ന, തടയുക പ്രോഹിബിഷൻ ആണ്. പ്രോഹിബിറ്റ് ചെയ്യുക, പ്രോഹിബിറ്റ് അതിനെ പ്രോഹിബിറ്റ് ചെയ്യുക, അതിനെ തടയുക. അപ്പൊ പ്രോഹിബിഷൻ, തടയുക എന്നർത്ഥം വരുന്നു. ജുഡീഷ്യൽ കോസി, ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് പുറപ്പെടുവിക്കുന്ന റിട്ട്. ജുഡീഷ്യൽ കോസി അല്ല, ജുഡീഷ്യൽ കോടതി, ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രോഹിബിഷൻ. ഓക്കെ, ഏതാണ് പ്രോഹിബിഷൻ? സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് സർഷ്യൂററി. സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് സർഷ്യൂററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട റിട്ടാണ് സർഷ്യൂററി. കീഴ്ക്കോടതിയിൽ നിന്നും അത് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏത്? സർഷ്യൂററി കേട്ടോ. എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ വാറന്റോ. ഓക്കെ, കോ വാറന്റോ. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം? നമ്മൾ ഒരാളെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് അധികാരത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ അയാൾ എന്ത് പറയും? വാറന്റ് എന്റെ കയ്യിലുണ്ട്. എന്താണ്? വാറന്റ് ഉണ്ട്. അപ്പൊ കോ വാറന്റോ, എന്ത് അധികാരത്തിൽ? വാറന്റ് ഉണ്ടോ? അങ്ങനെ ആലോചിച്ചാൽ മതി. കോ വാറന്റോ, എന്റെ വാറന്റ് ഉണ്ടോ? എന്ത് അധികാരത്തിലാണ്? അപ്പോ വാറന്റ്, കോ വാറന്റോ. അങ്ങനെ കണക്ട് ചെയ്താൽ കോ വാറന്റോ, എന്ത് അധികാരത്തിൽ. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ. ബ്രിട്ടൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ്. ഓക്കെ, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226. അത് പഠിച്ചു നോക്കണ്ടോ? സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ ആണ് ചെറുത്. ആദ്യം വരുന്ന ആർട്ടിക്കിൾ അപ്പൊ സുപ്രീം കോടതിയല്ലേ? സുപ്രീം കോടതിയല്ലേ നമ്മുടെ പരമോന്നത കോടതി, ഏറ്റവും വലിയ കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രീം കോടതി. അപ്പൊ അതിനെ പറ്റിയിട്ടല്ല ആദ്യം പ്രതിപാദിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ആർട്ടിക്കിളുകൾ എഴുതി പോകണം. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 1, 2, 3 അങ്ങനെ എഴുതി പോകുമ്പോൾ ആദ്യം നമ്മൾ ഇതിനെ പറ്റി എഴുതണം. 32 സുപ്രീം കോടതിയെ പറ്റി കഴിഞ്ഞിട്ട് 226 ഹൈക്കോടതിയെ പറ്റി വരുള്ളൂ. അപ്പൊ ആദ്യം 32 സുപ്രീം കോടതി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. 32 സുപ്രീം കോടതിയാണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത ഏതാണ്? ഹൈക്കോടതി 226. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ അത് 5 ആണ് കേട്ടോ. 5 റിട്ടുകളാണ്. ഏതൊക്കെയാണ് 5 റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സർഷ്യൂററി, പ്രോഹിബിഷൻ, കോ വാറന്റോ. ഓക്കെ, ഓരോന്നിന്റെ അർത്ഥങ്ങൾ പഠിക്കണേ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാന്ന് വെച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഓക്കെ, പിന്നെ എന്താണ്? ശരീരം ഹാജരാക്കുക. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു? ഒരാളെ കാണാണ്ടായാൽ നമ്മൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. അപ്പൊ അയാളുടെ ശരീരം ഹാജരാക്കണം. അതാണ് ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു, മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു മനുഷ്യൻ കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു. അപ്പൊ മാൻഡമസ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. തടയുക, പ്രോഹിബിറ്റ് ചെയ്യുക, അത് തടഞ്ഞു വെക്ക്. പ്രോഹിബിറ്റ്. അപ്പൊ തടയുക പ്രോഹിബിഷൻ. ഓക്കെ, ജുഡീഷ്യൽ കോടതി, ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രോഹിബിഷൻ. അതും ജസ്റ്റ് അറിഞ്ഞു വെച്ചോ. സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് സർഷ്യൂററി. സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് സർഷ്യൂററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട റിട്ടാണ് സർഷ്യൂററി. ഓക്കെ, ഉത്തരവിടുന്ന റിട്ടാണ് സർഷ്യൂററി. എന്ത് അധികാരം എന്ന അർത്ഥം വരുന്നത് ഏതാണ്? കോ വാറന്റോ. എന്ത് അധികാരത്തിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അത് ആലോചിച്ചാൽ മതി. സിനിമയിൽ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ എന്ത് അധികാരത്തിൽ? അപ്പൊ എന്താണ്? വാറന്റ് എന്റെ കയ്യിലുണ്ട്, വാറന്റിന് അറസ്റ്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ഭേദഗതികൾ ഒരു 2 ഭേദഗതി നമുക്ക് നോക്കാം. 42 44 മാത്രം നമുക്ക് നോക്കാം. 42 ഭേദഗതി നമ്മൾ പഠിച്ചതാണ്. ഏതാണ് വർഷം? 1976 42 ഭേദഗതി. നമുക്കറിയാം 42 ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാന്ന് വെച്ചാൽ അത് 42 ഭേദഗതിയാണ് കേട്ടോ. 42 ഭേദഗതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42 ഭേദഗതിയിലാണ്. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ചോദ്യം എങ്ങനെ വരും? താഴെ തന്നിരിക്കുന്നതിൽ ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ കൂട്ടിച്ചേർക്കാത്ത പദം ഏത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ഇതല്ലാത്ത ഏത് പദം വന്നാലും അതില്ല. ഓക്കെ, അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42 ഭേദഗതി. വർഷം നമുക്കറിയാം 4+2 ആണ് 6. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് 1976. 44 ഭേദഗതി 4+4 8. അങ്ങനെ കണക്ട് ചെയ്ത് 1978. രണ്ടും നമ്മൾ കണക്ട് ചെയ്താണ്. അപ്പൊ 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. 1976 42 ഭേദഗതി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തു. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42 ഭേദഗതിയിലാണ്. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് നമ്മൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ചോദ്യം എങ്ങനെയാണ് വരിക? ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത വർഷം ഏത്? 1976. അല്ലെങ്കിൽ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എത്രാമത്തെ ഭേദഗതിയിലാണ്? 42 ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42 ഭേദഗതി. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെ? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ശുപാർശ ചെയ്ത കമ്മിറ്റി 42 ഭേദഗതിക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് വെച്ചാൽ അത് സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ, 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അപ്പൊ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42 ഭേദഗതി പ്രകാരമാണ്. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42 ഭേദഗതി പ്രകാരമാണ്. മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നത് വ്യവസ്ഥ ചെയ്ത് ഏതാണ്? 42. അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതും ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. പ്രധാനമന്ത്രി 42 ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ 42 ഭേദഗതി ഒന്നും കൂടി നോക്കാം. എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42 ഭേദഗതി. 42 ഭേദഗതി നടന്ന വർഷം എപ്പോഴാണ്? 1976. 1976. അപ്പൊ 76 നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 4+2 6 76. 44 ഭേദഗതി 1978. 4+4 8 1978. ഓക്കെ, അത് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 44 ഭേദഗതി 1978, 42 ഭേദഗതി 1976. ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് വെച്ചാൽ അത് സ്വരൺ സിംഗ് കമ്മിറ്റി. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42 ഭേദഗതി. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി. ആ സമയത്ത് പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, അപ്പൊ നമുക്ക് 44 ഭേദഗതി നോക്കാം. 1978. 4+4 8 1978. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഞാൻ പറഞ്ഞു താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? അങ്ങനെ ഒരു ചോദ്യം കണ്ട നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ. അതിൽ സ്വത്തവകാശം ഉണ്ടാവും. അതാണ് നമ്മുടെ ഉത്തരം. സ്വത്തവകാശങ്ങളിൽ പെടാത്തത് ഏത്? മുമ്പ് അത് മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? മുമ്പ് സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എന്ത് അവകാശമാണെന്ന് ചോദിച്ചാൽ അതൊരു നിയമാവകാശമാണ്. എന്താണ്? നിയമാവകാശം. ഓക്കെ, അപ്പൊ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഏത് ഭേദഗതി പ്രകാരം? 44 ഭേദഗതി പ്രകാരം. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന ആഭ്യന്തര കലഹം എന്ന വാക്ക് മാറ്റി. 44 ഭേദഗതിയിൽ എടുത്തു മാറ്റിയ വാക്ക് ഏതാന്ന് വെച്ചാൽ ആഭ്യന്തര കലഹം. അത് മാറ്റിയിട്ട് സായുധ വിപ്ലവം എന്നാക്കി. ഓക്കെ, ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തു. എന്താണ് ക്യാബിനറ്റ് എന്ന പദം? അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല. ഏതാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്? ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 14, 19, 21. ഏതാണ്? 14, 19, 21. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞു വെച്ചോ. അപ്പൊ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് 44 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ,
അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഒന്നുകൂടി നോക്കാം. പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ഏത് ഭേദഗതി പ്രകാരം? 44 ഭേദഗതി പ്രകാരം. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം, ആ വാക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റി. ആഭ്യന്തര കലഹം എന്ന പേര് വാക്ക് മാറ്റിയിട്ട് സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. പിന്നെ ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? 44 ഭേദഗതി. അപ്പൊ ഇത്ര ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഏതാണ് ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 42 ഭേദഗതിയാണ്. ഓർത്തു വെക്കണേ. അപ്പൊ എല്ലാ ഭാഗവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ ഭാഗവും തീർത്ത് വരുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗം കഴിയുമ്പോൾ നിങ്ങൾ ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക. റിവിഷൻ നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. എക്സാമിന്റെ സമയം വരെ, ഈ എക്സാം ഞാൻ നേടും അതുവരെ നിങ്ങൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ഒരിക്കലും നിർത്തരുത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഓരോ അഭിപ്രായങ്ങളും എനിക്ക് കാണാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്